മാന്യപ്രേക്ഷകരോട് എൻ്റെ പ്രണാമം. ധാരാളം കത്തുകൾ പല സ്ഥലത്തു നിന്നും വരാറുണ്ട്, ധാരാളം കമന്റുകളും വരാറുണ്ട്. 99% വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ്. 1-2 സ്വാഭാവികമായിട്ടും നെഗറ്റീവും ഉണ്ടാകും. പക്ഷെ ഇന്നൊരു കത്ത് കിട്ടിയിരുന്നു, ഇമെയിലായിട്ട് അയച്ച കത്ത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വായിക്കുന്നില്ല. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പേര് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു പ്രശ്നമായി തീരണ്ട എന്ന് വിചാരിച്ച് പേര് വായിക്കുന്നില്ല. ഞാൻ സൗദി രാജാവിൻ്റെ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചൊരു യൂട്യൂബ് സന്ദേശം അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് എഴുതിയത്. അതിൻ്റെ വരികൾ ഇതാണ്: നമസ്കാരം സർ, യൂട്യൂബ് സന്ദേശങ്ങൾ 1000-ഓളം തികഞ്ഞു അറിയുന്നതിൽ അഭിനന്ദനങ്ങളുണ്ട്. സൗദി രാജാവിൻ്റെ സന്ദേശം കേട്ടു, നല്ല കാര്യം. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. 6 മാസം മുന്നേ നടന്നതാണ് ഈ സംഭവം. നിസ്കാര സമയത്ത് കട അടച്ചുപൂട്ടി പുറത്ത് വരാന്തയിലിരുന്ന് എൻ്റെ അടുത്ത് ഇവിടത്തെ മതകാര്യ പോലീസുകാര് വണ്ടിയും കൊണ്ടുവന്ന് നിർത്തി. ആ വണ്ടിയുടെ അടുത്തേക്ക് എന്നെ വിളിച്ചു വരുത്തി. എന്താണ് നിസ്കരിക്കാൻ പോകാത്തത് എന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം വന്നു: എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം അല്ലാത്തത്? ഞാൻ മുസ്ലിം അല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഉടനെ എൻ്റെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു. ഞാനത് കൊടുത്തു. അതിൽ ഹിന്ദു എന്ന് എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. ഉടനെ വന്നു അടുത്ത ചോദ്യം: നീ കാഫിർ ആണ് അല്ലേ? ഞാൻ അതിനുത്തരം പറഞ്ഞില്ല. ഉടനെ അവർ തീരുമാനിച്ചു ഞാൻ മോഷ്ടാവാണ്, കടയുടെ ഫ്രണ്ടില് ഇരുന്നത് മോഷ്ടിക്കാനാണ് എന്നവർ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ സ്പോൺസറുടെ കടയാണ്, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോ ഞാൻ അവർക്ക് ഉടനെ കടയുടെ പൂട്ട് തുറന്ന് കാണിക്കണം എന്നവർ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, സ്ഥലത്തെ ഈ പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് കട തുറക്കാം എന്ന്. അവർ സമ്മതിച്ചില്ല, വാക്ക് തർക്കമായി. ഇത് ഒക്കെ കണ്ടും കേട്ടും അടുത്തുള്ള കാറില് കുറെ സൗദി കുടുംബാംഗങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മതകാര്യ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ച് വരുത്തിയാൽ ഞാൻ കട തുറക്കാം, കട തുറന്ന് കാണിക്കാം. ഇല്ലെങ്കിൽ എൻ്റെ സ്പോൺസറിനെ ഞാൻ വിളിക്കാം, നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കൂ. അതിനൊന്നും സമ്മതമില്ലായിരുന്നു. പിന്നെ അവർ പേപ്പർ എടുത്തെഴുതി ഞാൻ അവരുടെ നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നതായിട്ട് അവരെഴുതിയ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിടാൻ എന്നെ അവർ നിർബന്ധിച്ചു. ഞാൻ വഴങ്ങിയില്ല. അവർക്ക് തോന്നിയപ്പോൾ എന്നെ അടിക്കാൻ, ഞാൻ ഒപ്പിടില്ല എന്ന് തോന്നിയപ്പോൾ അവരെന്നെ അടിക്കാൻ വടിയെടുത്തുകൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് നിസ്കരിക്കാൻ പോകുന്നില്ല. എന്നാൽ മുസ്ലിമായ ആൾക്കാര് അടുത്ത അനവധി കാറുകളിൽ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് അവരെ നിസ്കരിപ്പിക്കാൻ നിർബന്ധിക്കുന്നില്ല? ഉടനെ ചൂണ്ടുവിരൽ വെച്ച് എന്നോട് പറഞ്ഞത്, നീ കൂടുതൽ സംസാരിക്കേണ്ട, അവര് സൗദികളാണ് എന്ന്. ഞാൻ ഈ കത്ത് അല്പം തപ്പിത്തടഞ്ഞ് വായിക്കാൻ കാരണം പ്രത്യേക രീതിയിലുള്ള മലയാളത്തിലാണ് അടിച്ചിരിക്കുന്നത്. ഈ കത്ത് വായിച്ച് ആ സൗദി പോലീസും സൗദി അറേബ്യയിലുള്ളവരും മുസ്ലിങ്ങളുമെല്ലാം തിന്മ ചെയ്യുന്നവരാണ് എന്നും അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിയോട് സഹതാപം കാണിക്കണമെന്നും
ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ഈ ഇന്ത്യയിൽ ജോലിയില്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ പോയത്. ഇന്ത്യയിൽ ധാരാളം ജോലി ഇന്നുണ്ട്. കേരളത്തിൽ ഇഷ്ടംമാതിരി ജോലിയുണ്ട്. 46 ലക്ഷം ആസാംകാരും ബംഗാളുകാരുമാണ് ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നത്. നല്ല കൂലി കിട്ടുന്ന ജോലിയാണ് ഇന്ന് കേരളത്തിൽ. ഒരു വെറും വടക്കട നടത്തിയാൽ പോലും തൊട്ടടുത്തുള്ള കടയും കൂടി വാങ്ങിക്കാനുള്ള ലാഭം ഇന്ന് കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഏത് ജോലിയും ചെയ്യുന്നതിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഇഷ്ടംമാതിരി ജോലിയും അവസരവും കൂലിയും സമ്പത്തും സൗകര്യവും സ്വന്തം വീടും താമസിക്കാൻ എല്ലാം ഉണ്ടായിട്ട് സൗദി അറേബ്യയിൽ ചെന്ന് അവര് എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയാൻ എന്താ അവകാശമുള്ളത്? അവരുടെ നാട്ടില് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് നിങ്ങളുടെ പാസ്പോർട്ടും മേടിച്ച് ഇന്ത്യയിലേക്ക് വരണം. നിങ്ങൾ സൗദി അറേബ്യക്കാരൻ നിസ്കരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കാൻ എന്താ അവകാശമുള്ളത്? അവിടുത്തെ നാട്ടുകാർ നിസ്കരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അവരാണ്. മറ്റൊരു നാട്ടിൽ ചെന്ന് സൗകര്യം മാതിരി ജീവിക്കണമെങ്കിൽ, ഇഷ്ടം മാതിരി ജീവിക്കണമെങ്കിൽ അത് വേറൊരു മണ്ണാണ് എന്നുകൂടി ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. ആ നാട്ടുകാർക്ക് ആ നാട്ടിൽ നടപ്പാക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം അല്ല എന്ന് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളൊരു കള്ളനാണോ അല്ലയോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ആ നാട്ടിലെ മണ്ണിലുള്ളവർക്ക് ഉണ്ട്. അവിടെ ശരി തെറ്റൊന്നുമല്ല, നിങ്ങൾ വിദേശിയാണ്. ആ വിദേശിക്ക് അവനവന്റെ നാട്ടിൽ വന്ന് പ്രവർത്തിച്ച് അവനവന്റെ നാട്ടിൽ നല്ല ഒരു ജോലി ഉണ്ടാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവനവന്റെ നാട്ടിലെ ഒരു കടയിൽ നല്ല രീതിയിൽ കടക്കാരനായിട്ടോ അല്ലെങ്കിൽ കടയിലെ ജോലിക്കാരനായിട്ടോ ജീവിക്കുന്നവർ കോടിക്കണക്കിനില്ലേ നമ്മുടെ നാട്ടില്? അവരെല്ലാം സൗദി അറേബ്യയിൽ പോയിട്ടാണോ ജീവിക്കുന്നത്? നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്തുകൊണ്ട് അമ്പലത്തിൽ പോയില്ല, പള്ളിയിൽ പോയില്ല എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഓർമ്മിക്കുക, ഇംഗ്ലീഷുകാര് ഒരിക്കൽ ഇന്ത്യ അടക്കി വാണരുളിയവരാണ്. അവർക്കെല്ലാം പുറത്തേക്ക് പോകേണ്ടി വന്നു. ഒരിക്കൽ സൗദിയിലും UAE-യിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർക്കും പുറത്തു പോകേണ്ടി വരും. അവർക്ക് അവിടെ എങ്ങനെ വേണമെങ്കിലും പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നു എങ്കിൽ നമ്മളുടെ ഭാഗ്യം. അവർ നമ്മളോട് മോശമായ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഉള്ളത് നമ്മുടെ നാട്ടിൽ വന്ന് ഭംഗിയായിട്ട് ജീവിക്കാം. ഞാൻ എല്ലാ മലയാളികളോടും, ലോകത്തിൽ എവിടെയുള്ള മലയാളികളോടും പറയുന്നു, നിങ്ങൾക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ എവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് ഇല്ല, സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം പുറത്താക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നമ്മുടെ നാട്ടിലും അത് തന്നെയാ. വിദേശത്തു നിന്ന് വന്ന് ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കുറേ നിയമങ്ങളുണ്ട്. ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം, പാസ്പോർട്ടും വിസയും നിരന്തരം പുതുക്കണം. അതൊക്കെ ഈ നാട്ടിലുമുള്ള നിയമമാണ്. ചിലപ്പോൾ നമ്മൾ അവരുടെ മിസ്ബിഹേവിയർ കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്ന് വരും നമ്മുടെ നാട്ടില്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ ചെന്ന് സൗദി ഗവൺമെന്റും അവിടുത്തെ മതകാര്യ പോലീസുമെല്ലാം തിന്മ നിറഞ്ഞ രീതിയിൽ പെരുമാറി എന്നും അവരോട് ഞാൻ തർക്കിച്ചു എന്നും അവരോട് ഞാൻ വാദിച്ചു എന്ന് പറയുന്നത് ഒന്നും അഭിമാനത്തിന്റെയോ കഴിവിന്റെയോ ഒന്നും നേട്ടമല്ല. അത് അവന്റെ മണ്ണാണ്. അവന്റെ മണ്ണില് എങ്ങനെ പെരുമാറണം പെരുമാറണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനുണ്ട്. ഈ നാട്ടിൽ ലഭിക്കുന്നതിനേക്കാളും സൗകര്യവും സമ്പത്തും പൈസയും കൂടുതൽ ലഭിക്കുമെന്ന ഒറ്റ കാരണത്താലാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിദേശങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുന്നത്. അവിടെ കൂടുതൽ ലഭിക്കുന്ന പൈസയും സൗകര്യവുമെല്ലാം കുറച്ച് അസൗകര്യവും കൂടി ചേർത്തിട്ടായിരിക്കും ലഭിക്കുന്നത്. ആ അസൗകര്യവും കൂടി താങ്ങാൻ ശക്തിയുള്ളവരെ അങ്ങോട്ട് പോകാവൂ. അത് സ്വർഗരാജ്യമാണ്, അവിടെ നിന്നെല്ലാം കിട്ടും എന്ന് പണ്ട് പറഞ്ഞിരുന്നു.
ആ കാലമല്ല ഇന്ന് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഇന്ന് ഒരു ഇലക്ട്രീഷ്യന്, ഒരു സാധാരണ ഇലക്ട്രീഷ്യന് 30,000 40,000 രൂപ ഉണ്ടാക്കാൻ ഒരു വിരോധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ വണ്ടി സ്കോർപിയോ ഡ്രൈവ് ചെയ്യുന്ന ശ്രീകുമാർ സാമാന്യം നല്ല കുടുംബത്തിൽ പിറന്ന ആളാണ്, നല്ല റിച്ചാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വണ്ടി ഓടിക്കാൻ ഉള്ള ദിവസങ്ങൾ, എനിക്ക് ലെക്ചർ ഇല്ലാത്ത ദിവസം അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷയുണ്ട്. ഒരു 5-6 മണിക്കൂർ ഓട്ടോറിക്ഷയും കൊണ്ട് തിരുവനന്തപുരത്ത് കറങ്ങിയാൽ 1000-നും 1300-നും ഇടയ്ക്ക് രൂപ കിട്ടും. അതിൽ 200 രൂപ ഡീസലിന് മാറ്റിവെച്ചാൽ 6 മണിക്കൂർ കൊണ്ട് 1100 രൂപ കിട്ടും. ഒരു 12 മണിക്കൂർ ആത്മാർത്ഥമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഓടിച്ചാൽ യാതൊരു സംശയമില്ല 1500-2000 രൂപ കിട്ടും. ഒരു മാസത്തിൽ 60,000 രൂപ. എന്തിനാ ഈ സൗദി മതകാര്യ പോലീസിന്റെ കീഴില് അവൻ ചുണ്ടില് മൂക്കും മൂക്കിൽ ചുണ്ടും വെച്ചോണ്ട് നിങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് സുഖമാണെന്ന് പറഞ്ഞിട്ട് ഈ പൊള്ളുന്ന വെയിലത്ത് ജീവിക്കാൻ എന്തിനു പോകണം? ഈ നാട്ടിൽ വന്ന് ജീവിച്ചൂടെ? ഈ നാട്ടിൽ വന്ന് ചെറിയ ബിസിനസ് ചെയ്തൂടെ? ഈ നാട്ടിൽ വന്നിട്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാലോ. ഒരു അമ്പലത്തിലെ പൂജാരിക്ക് ഒരു മാസം 1,00,000 രൂപ കിട്ടും. ഒരു പൂക്കച്ചവടക്കാരന് കിട്ടും അതേപോലെ. ഒരു കപ്പലണ്ടി വിൽക്കുന്നവന് കിട്ടും അതേപോലെ. എന്തെങ്കിലും ചെറിയ രീതിയിൽ ചായക്കട നടത്തിയവന് കിട്ടും അതേപോലെ എമൗണ്ട്. ഇന്ന് പരമദാരിദ്ര്യമുള്ള സ്ഥലമൊന്നും അല്ല കേരളം, ഭാരതം എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ ഈ നാട്ടിൽ പണിയെടുക്കാൻ സൗകര്യമുള്ളവന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനും ജീവിക്കാനുമുള്ള സൗകര്യമുണ്ട്. അതൊന്നുമില്ലാതെ ആ നാട്ടിൽ ചെന്ന് ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അവിടെയുള്ള എല്ലാ സുഖവും നന്മകളും അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഭാര്യ പർദ്ദയിട്ട് പോവേണ്ടി വരും, മകള് പർദ്ദയിട്ട് പോവേണ്ടി വരും, ഖുർആൻ പഠിക്കേണ്ടി വരും, സൗദി ഭാഷ പഠിക്കേണ്ടി വരും, മതകാര്യ പോലീസ് 2 തന്നാൽ അത് കൊള്ളേണ്ടി വരും, 2 ദിവസം പട്ടിണി കിടക്കേണ്ടി വരും, റംസാൻ ദിവസം പുറത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതൊക്കെ ആ നാടിന്റെ നിയമങ്ങളാണ്. ആ നാട്ടിൽ ചെന്നിട്ട് പണം കോരാൻ പോകുമ്പോൾ ആ നാട്ടിലെ നിയമങ്ങളെല്ലാം നമ്മളെ ബാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, ഈ കത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും എല്ലാ മലയാളികൾക്കും വേണ്ടിയാണ് ഞാനിത് വായിച്ചത്. ആ കത്തിലെ പേര് വായിക്കാതിരിക്കാൻ കാരണം ആരെങ്കിലും അറിയാതെ ആ പേരെടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ആ പേര് വായിക്കാത്തത്. ദുരുദ്ദേശത്തോടു കൂടി അല്ല ഞാനിത് പറഞ്ഞത്, 100% സതുദ്ദേശത്തോടു കൂടിയാണ്. കാരണം എന്നെങ്കിലും നിങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ഏത് സുഷമ സ്വരാജ് വിളിച്ചാലും, ഏത് നരേന്ദ്രമോദി വിളിച്ചാലും, ഏത് ഉമ്മൻചാണ്ടി വിളിച്ചാലും ശരി, അവിടുത്തെ ഗവൺമെന്റ് ഓഫീസർമാരും അതിനൊക്കെ ഫോൺ വിളിച്ച് ഉത്തരം പറഞ്ഞ് മലയാളികളെയും ഇന്ത്യക്കാരെയും സംരക്ഷിച്ചുകൊള്ളുമെന്ന് ധരിക്കല്ലേ. പ്രണാമം, നമസ്കാരം.